നാടിന്റെ ഐശ്വര്യം ഇരിക്കുന്നത് അവിടെ വന്നു കയറുന്ന പെൺകുട്ടികളുടെ കയ്യില. അവര് തമ്മിൽ വഴക്കു തുടങ്ങിയാൽ ഭർത്താക്കന്മാരും അതിന്റെ കൂട്ടത്തിൽ കൂടും. അതോടെ ബന്ധങ്ങളൊക്കെ മറക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നും സ്നേഹത്തിൽ കഴിയണം. അല്ല, ഇതെപ്പോ വന്നു? വന്ന വഴി നേരെ അടുക്കളയിലേക്ക് തന്നെ പോന്നു. ആഹാ, എന്നാ ഇങ്ങോട്ടിരുന്നാട്ടെ. അവിടെ ഇന്ന് പാൽപായസം വെച്ചു. അല്ല, അവിടെ എന്നും അത് പതിവാ. കറവക്കാര് കറന്നുകൊണ്ടുവന്ന് കൂട്ടുകല്ലേ പാല്. ചിലപ്പോ പാൽപായസം വെക്കും, ചിലപ്പോ ഐസ്ക്രീം ഉണ്ടാക്കി പറമ്പിലെ പണിക്കാർക്ക് കൊടുക്കും. ഞങ്ങള് തിന്നത്തില്ല. അതുങ്ങ കൊണ്ടോ ഐസ്ക്രീം തിന്ന് ശീലമിരിക്കുന്നു. ദേ തുടങ്ങും വയറ്റിളക്കം. ഇപ്പൊ എന്ത് പറ്റി? പറമ്പിലെ പണിക്ക് വരാൻ മടിയാ. ഐസ്ക്രീം തിന്നേണ്ടി വന്നെങ്കിലോന്ന് പേടി. അല്ല, നിന്റെ ദേഹത്ത് കിടന്ന പൊന്നൊക്കെ എവിടെ? അതൊക്കെ എവിടെയാണീ? കയ്യിലും കരുത്തിലും കിടന്ന ആഭരണങ്ങളൊക്കെ എവിടെയെന്നാ ചോദിച്ചത്? അമ്മ പറഞ്ഞിട്ട് ഊരി വെച്ചു. കാര്യം അതെന്നോടാണോ ചോദിക്കുന്നത്? അമ്മേ, വെറുതെ വഴക്കുണ്ടാക്കരുത്. വിടറി. അപ്പോഴേ ഞാൻ എന്റെ മോക്ക് കയ്യും മെയ്യും നിറയെ പൊന്നു കൊടുത്ത് വിട്ടതേ ഇട്ടോണ്ട് നടക്കാനാ, പെട്ടി വെച്ച് കൂട്ടാനല്ല. വീട്ടിൽ നിൽക്കുമ്പോഴും അതൊക്കെ വേണോ ഉഷേടമ്മേ? വേണം. എന്റെ മോളെ നല്ല അന്തസ്സായിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അല്ലാതെ മറ്റുള്ളവരെ പോലെ ഇവിടുന്ന് പണം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടല്ല അവിടെ കല്യാണം നടത്തിയത്. വേണ്ടാത്തതൊക്കെ എന്തിനാ ഉഷേടമ്മ പറയുന്നത്? പറയിപ്പിച്ച പറയും. ഒരു ഗതിയും പരഗതിയില്ലാത്ത കോലോത്ത് നിങ്ങൾ പെണ്ണെടുത്തതിന് എന്റെ മോളെന്ത് പഴിച്ചു? ഭാഗീരഥിയമ്മേ. ആ, എന്റെ പേര് ഭാഗീരഥിന്ന് തന്നെയാ. ഓ, മൂത്ത മരുവിടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ചൊടിച്ചത് കണ്ടില്ലേ? കാശിന് ഗതിയുണ്ടെങ്കിൽ വേണ്ടിയില്ല. പൊന്നില്ലാത്തവരെ ഇടാതെ നിൽക്കണം. എന്റെ മോക്ക് ആഭരണം വേണം. ഭാഗീരഥിയമ്മേ, പഴയതെല്ലാം മറന്നിട്ടോ നന്ദി ഇല്ലാഞ്ഞിട്ടോ പറയുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷെ ഞങ്ങളുടെ മരുമക്കളുടെ കുറ്റവും കുറവും പറഞ്ഞ് അവരെ അപമാനിക്കാനാണെങ്കിൽ വരരുത്. ആ, അതാണ് ഭംഗി. ഇല്ല, വരുന്നില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ വീട്ടിൽ കാല് കുത്തൂല. എടാ, നിന്റെ അമ്മ മേലാൽ എന്നോട് ഈ വീട്ടിൽ കാല് കുത്തിപ്പോവരെന്ന് പറഞ്ഞു. എന്നെ ഇതുവരെ ആരും ഇങ്ങനെ അപമാനിച്ചിട്ടില്ല. ഇനി നീ എവളും കൂടെ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നോ അന്നേ ഞാൻ നിങ്ങളെ കാണാൻ വരൂ. അമ്മേ, ഇപ്പൊ അമ്മയ്ക്ക് തൃപ്തിയായല്ലോ. നടന്ന എന്താണെന്ന് നീ അറിഞ്ഞോ? കൂടുതലൊന്നും വിസ്തരിക്കണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. പടി. അമ്മേ, ആ സ്ത്രീക്ക് എന്റെ ഭാര്യ അവമാനിക്കാൻ എന്താ അവകാശം? അത് മോനെ, ഇവിടെ പാവപ്പെട്ടവളായി പോയതുകൊണ്ടല്ലേ? മോനെ, വായി തോന്നിയതൊക്കെ അവര് പറഞ്ഞേച്ചു പോയി. അമ്മയ്ക്ക് ഇപ്പൊ സമാനായല്ലോ. വടി. ഭാര്യമാര് വിചാരിച്ചാൽ ഭർത്താക്കന്മാരെ തമ്മിൽ പിണക്കാം, സ്വന്തം സഹോദരന്മാരെ പോലും ശത്രുക്കളാക്കാം. എന്റെ മരുമക്കൾ രണ്ടുപേരും ഇത് മറക്കരുത്. ഇനി ഇങ്ങനൊരു സംഭവം ഈ വീട്ടിലുണ്ടാകരുത്. പോയിക്കൊള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞ പിണങ്ങുമോ? എന്താ? രണ്ടുപേരെയും രണ്ട് വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതാണ് നല്ലത്. മാറ്റി താമസിപ്പിക്കാനോ? എടി, എന്റെ മക്കളും അവരുടെ മക്കളും എല്ലാവരും കൂടി ഈ വീട്ടിൽ സന്തോഷമായി ജീവിക്കുന്ന കണ്ടിട്ട് ഞാൻ മരിക്കുള്ളൂ. രാജേട്ടാ,
എന്താ? പുറത്തു പോയിട്ട് വരുമ്പോ ചെടികൾക്ക് സ്പ്രേ ചെയ്യാനുള്ള കുറച്ച് മരുന്നുകൂടി മേടിച്ചോണ്ട് വരണം. നിന്റെ ചെടിക്ക് എന്ത് പറ്റി? പകുതി ആ കിടാവ് തിന്ന് നശിപ്പിച്ചു, ബാക്കിയുള്ളതിന് പുഴുവും കയറുന്നു. എന്താ മരുന്നിന്റെ പേര്? ഡൈമക്രോൺ. ശരി, വാങ്ങിക്കൊണ്ടുവരാം. പാർസൽ ഗോഡൌൺ നമുക്ക് ഇവിടെ പണിയാച്ച. അത് വേണ്ട മോനെ. വർക്ക്ഷോപ്പ് വേറെ, ഗോഡൌൺ വേറെ. അത് നമുക്ക് ആ പുതിയ സ്ഥലത്ത് തന്നെ പണിയാം. അത് രായന്റെ ഭാര്യ വീട്ടുകാർ, അവന് ശ്രീനും കൂടെ സ്ഥലമല്ലേ. അതിനെന്താ, നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാ. എന്റെ മക്കൾക്ക് എന്ത് ധനം എവിടെ നിന്ന് കിട്ടിയാലും അത് നമ്മുടെ കുടുംബത്തിലുള്ള. എന്നാലും എടാ, പാർസൽ കമ്പനി എല്ലാവർക്കും കൂടി ഉള്ളതാണെങ്കിലും അതിന്റെ ചുമതല ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് രാജനെയാണ്. രാജനെയാണ് ചാർജ് ഏൽപ്പിക്കുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ആ, എന്നാലേ അതിന്റെ ബാക്കി കാര്യങ്ങൾ തുടങ്ങിക്കോ. ആ സ്ഥലം ഒന്ന് അളക്കണം, പിന്നെ കെട്ടിടത്തിന് സ്കെച്ചും പ്ലാനും തയ്യാറാക്കണം. ആ ഭാഗീരഥി പറഞ്ഞപ്പോഴല്ലേ കാര്യങ്ങൾ അറിയുന്നത്. എന്റെ മോളെ ഞാൻ പൊന്നുപോലെ വളർത്തിയത്. അവക്ക് ഈ പൊന്നിന്റെ നിറം വന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? പെറ്റിട്ടത് മുതൽ ഞാൻ പൊന്നരച്ചു കൊടുത്തിട്ടാ. വെറും കരുത്തുമായി അവിടുത്തെ അടുക്കളയെ കടന്നി പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ആ ഉണക്ക തമ്പുരാട്ടിയുടെ കൂടെ എന്റെ മോൾ ഇനി അവിടെ പൊറുക്കണ്ട. നിങ്ങൾക്ക് ഞാൻ സ്ത്രീധനം എന്ന സ്ഥലമില്ലേ? അവിടെ ഞാനൊരു ഒന്നാന്തരം ബംഗ്ലാവ് പണിയിച്ചു തരാം. നിങ്ങൾ അങ്ങോട്ട് മാറ്. അത് ഉടനെ വേണോ? വേണം, ഉടനെ വേണം. അച്ഛനോടുകൂടി ഒന്ന് ചോദിച്ചിട്ട് പോരെ? എന്തിന്? അത് രാജേന്ദ്രൻ അച്ഛൻ തന്ന സ്ഥലമല്ലല്ലോ. എന്റെ മോക്ക് ഞാൻ സ്ത്രീധനം കൊടുത്ത സ്ഥലത്ത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അതിനാരുടെ അനുവാദം നോക്കേണ്ട കാര്യമില്ല. നാളെ തന്നെ ആശാരി വിളിച്ചോണ്ട് പോയി വീണ്ടും സ്ഥാനം നിശ്ചയിക്കാം. 120x40 ആയിരിക്കണം ഗോഡൌണിന്റെ വലിപ്പം. ദർശനം അങ്ങോട്ടല്ലേ? അതെ, റോഡ് സൈഡിലേക്ക് വേണ്ടേ ദർശനം. ഇവിടെ ഒരു കുറ്റിയടിക്ക്. ഇവിടെ അളന്ന് എന്തിനാ കുറ്റി അടിക്കുന്നത്? ഒരു പാഴ്സൽ ഷെഡ് പണിയണം. അതിന് ഇവിടെ അളക്കുന്നത് എന്തിനാ? റോഡ് സൈഡ് അല്ലേ, ഇവിടെ ആകുമ്പോ എല്ലാവിധത്തിനും സൗകര്യമാ. ഇത് എന്റെ മോക്ക് സ്ത്രീധനം കൊടുത്ത സ്ഥലമാണ്. ഇവിടെ ഒരു വീട് വെച്ച് രാജനെ അവളെയും കൂടി താമസിപ്പിക്കാൻ പോവുകയാണ്. ആശാരിപ്പണിക്കരെയും പിടിച്ചോണ്ട് വന്നത് അതിനു വേണ്ടിയാണ്. രാജൻ ഉഷി എന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അവരവിടെ തന്നെ താമസിച്ചോളും. അവർക്ക് വേണ്ടി ഇവിടെ വീടൊന്നും വെക്കണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. എന്റെ മോക്ക് സ്ത്രീധനം കൊടുത്ത സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മോളെ വിവാഹം ചെയ്തിരിക്കുന്നത് എന്റെ മോനാ. അവന് സ്ത്രീധനം കിട്ടിയിരിക്കുന്ന സ്ഥലം ഇപ്പൊ എന്റെ കുടുംബമൊക്കെയാ. അവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അന്നത്തെ പുറമ്പോക്കിലെ ലോറി ഡ്രൈവറാണ് നിന്റെ അച്ഛൻ. താൻ എന്നോട് മത്സരിക്കാൻ പോവാണോ? ഞാൻ പുറമ്പോക്കിലെ ലോറി ഡ്രൈവർ ആയിരുന്നു. നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തത് ഈ നിൽക്കുന്ന എന്റെ മകനാണെങ്കിൽ അവന് സ്ത്രീധനം കിട്ടി ഈ സ്ഥലത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് നടക്കൂ. ഇവിടെ ഞാൻ ഗോഡൌൺ പണിയിച്ചില്ലെങ്കിൽ രാജേന്ദ്രന്റെ അച്ഛൻ ഞാനല്ലെന്ന് നാട്ടുകാരുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറയും. ഈ സ്ഥലം എന്റെ മോക്ക് ഞാൻ സ്ത്രീധനം കൊടുത്തതാണെങ്കിൽ ഇവിടെ ഒരു വീട് വെച്ച് അവളെയും അവളുടെ ഭർത്താവിനെയും കൂടി ഞാൻ ഇവിടെ താമസിപ്പിക്കും. അല്ലെങ്കിൽ കാവി കൊടുത്ത് ഭിക്ഷാടനത്തിന് പോകും. ഏത് നടക്കുമെന്ന് നമുക്ക് കണ്ടുകളയാം. ഓ, കണ്ടുകളയാം. വാടാ വാടാ. രാജാ, അയാൾ അച്ഛനെ ഇത്രയും തരം താഴ്ത്തി പറഞ്ഞിട്ടും നീ എന്താ ഒന്നും മിണ്ടായിരുന്നത്? ചേട്ടൻ എന്താ ഒന്നും ഉണ്ടായിരുന്നത്? ഞാൻ മിണ്ടിക്കൂടാ. നിനക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലത്തിന്റേതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞാനും മിണ്ടാകുന്നത്. ശ്രീധരൻ എന്നാളാ സംസാരിച്ചത്. എടാ, നമ്മുടെ അച്ഛനെ നിന്റെ ഭാര്യയുടെ അച്ഛൻ വെല്ലുവിളിച്ചപ്പം നിനക്കൊന്നും പറയാനില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞ ന്യായമല്ലേ? മാൽ കൊടുത്ത സ്ഥലത്ത് വീട് വെക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അച്ഛൻ പറഞ്ഞ മര്യാദയാടാ. രാജാ, തെറ്റേണ്ട, തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്താ. ഇതൊക്കെ ഒന്ന് സ്വരുക്കൂട്ടിയെടുക്കാൻ എത്ര വർഷം രാപകലില്ലാതെ പാടുപെട്ടു. ഇനിയെല്ലാം പിള്ളേരെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിരിക്കുന്നതിൽ എന്താ തെറ്റ്? പിള്ളേരെ ഏൽപ്പിക്കാനോ? അതല്ലേ ലോക നടപ്പ്. അവര് വലുതായി പെണ്ണും കെട്ടി. ഇനി അവര് കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ചിരുന്നാ പറ്റുമോ? അവരവരുടെ പാട് നോക്കട്ടെന്നേ. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ എന്റെ ചൊല്ലുള്ളിൽ അവിടെ നിൽക്കണം. ഞാൻ പറയുന്ന പോലെ എന്റെ കാര്യങ്ങളും നടക്കണം. നിങ്ങളുടെ അച്ഛനും വല്യച്ഛനും ഇങ്ങനൊക്കെ തന്നെയാണോ ചെയ്തത്? അതൊന്നും എനിക്കറിയില്ല. എന്റെ മക്കളുടെ കാര്യം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ മർക്കടമുഷ്ടി കളഞ്ഞേച്ച് ഉള്ളത് അവർക്ക് പങ്കിട്ടുകൊട്. ഉഷയുടെ അച്ഛൻ അവൾക്ക് കൊടുത്ത സ്ഥലത്ത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. തെറ്റോ കുറ്റവോ കണ്ട ചൂണ്ടിക്കാണിക്കോ തിരുത്തുവോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ അടങ്ങിയില്ലേ? ഇക്കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കണ്ട. എന്റെ അഭിമാനം അഭിമാനം മണ്ണാങ്കട്ട. ഓടിയാത്ത് ഉഷേ, ഇത് ഭയങ്കര വിഷമാണ്. നീ മൂക്ക് പൊടിക്കൊണ്ട് സ്പ്രേ. ഇത് കോൺസെൻട്രേറ്റഡ് ആണോ? പിന്നല്ലേ. എന്നാത് പറയണ്ടേ?
പൊട്ടിച്ചു പോയോ? അയ്യോ, എന്റെ ദൈവമേ. എന്ത് പറ്റി? ഇത് കണ്ടോ ചേട്ടാ? അവര് വിഷം വെച്ച് കൊന്നതാണ്. ദ്രോഹികൾ, ഇത് മനുഷ്യ ചെയ്യുന്ന ഏർപ്പാടാണോ? ചെടിക്ക് തളിക്കാനെന്നും പറഞ്ഞ് അവര് വിഷം മാറ്റത് ഇതിനായിരുന്നു. രാജാ കഥ തുറക്ക, കഥ തുറക്ക. രാജാ കഥ തുറക്ക, കഥ തുറക്കാൻ. എന്താ ഏട്ടാ? മുറ്റത്തേക്കൊന്ന് വന്നേ. നിന്റെ ഭാര്യയില്ല പുണ്യവതി, അവിടെ വിളിച്ചോ. വാടാ. കാണ്, തൃപ്തിയായില്ലേ? ഇനി നീ നിന്റെ ഭാര്യ എടുത്തോണ്ട് പോയി ചുട്ടു തന്നെ. എടുത്തോണ്ട് പോടി. എന്തിന്? നീയും അവനും കൂടി ഇതിന് വിഷം കൊടുത്ത് കൊന്നതല്ലേ? കെട്ടിയിരുന്നിടത്തേ കൊണ്ട് കൊടുത്തൊന്നും അല്ലല്ലോ. കയറ് പൊട്ടിച്ചു വന്ന് തിന്നതാ. വിഷമകത്തിയെന്നാ ചാകും. ധിക്കാരം പറഞ്ഞോണ്ടല്ലോ അടിച്ചിന്റെ ചെവിക്കുറ്റി തന്നെ ആയിരിക്കും. താൻ ഇവളെ അടിക്കോ? എങ്കിലാന്ന് കാണട്ടെ. ചാട്ടമൊക്കെ സ്വന്തം ഭാര്യ എടുത്തോ, ഇവളെടുത്ത് വേണ്ട. എന്താണ് പറഞ്ഞത്? ഏടോ, തന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഉണക്കക്കടാവ് ചത്തപ്പം തനിക്ക് ചോദിച്ചു. ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റോസ് നശിപ്പിച്ചപ്പോ തന്റെ വായിൽ എന്തായിരുന്നു? തോയായിരുന്നോ? വിഷം തളിച്ച കൊല്ലാൻ വേണ്ടി തന്നെ. താൻ എന്തോ ചെയ്യും? എന്ത് ചെയ്യുന്നു? നിന്നെ ഞാൻ അയ്യോ, അയ്യോ, രാജേട്ടാ. അയ്യോ, വലുത് വേണ്ട, വലുത്. ചേട്ടാ, രാജേട്ടാ, രാജേട്ടാ, വേണ്ട. ചേട്ടാ, വേണ്ട രാജേട്ടാ. വേണ്ട വലുത്, വിടൂ. വേണ്ട വലുത്. അയ്യോ, വലുത് വേണ്ട, വലുത്. ചേട്ടാ, ചേട്ടാ, രാജേട്ടാ, രാജേട്ടാ, വേണ്ട. ചേട്ടാ, രാജാ, വേണ്ട രാജേട്ടാ. രാജാ, രാജാ, രാജേട്ടാ, എടാ, വിടൂ. വേണ്ട രാജേട്ടാ, വിടൂ, രാജേട്ടാ, വിടൂ. കൊല്ലിനടാ, കൊല്ലിനടാ എന്നെ. എന്നിട്ട് ഈ വീടിന് തീ വെക്ക്. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ.